ഇന്ന് മഹാശിവരാത്രി, അതിൻ്റെ ആഘോഷ നിറവിലാണ് നാട് മുഴുവൻ. വ്രതാനുഷ്ഠാനങ്ങളോടെ പിതൃതർപ്പണത്തിനായി ഒരുങ്ങിയിരിക്കുകയാണ് ആലുവ മണപ്പുറം. ഗ്രീൻ പ്രോട്ടോകോൾ പ്രകാരമാണ് ഇത്തവണയും ശിവരാത്രി ആഘോഷങ്ങൾ ആലുവയിൽ നടക്കുന്നത്. ആലുവ മണപ്പുറത്ത് നിന്ന് ശ്യാംകുമാർ തത്സമയം ചേരുന്നു. ശ്യാം, ആലുവയിലേക്ക് ആളുകളുടെ ഒഴുക്കുണ്ടോ? എങ്ങനെയാണ് അവസ്ഥ അവിടെ മണപ്പുറത്ത്? അവിടെ നിൽക്കുമ്പോൾ എന്താണ് അനുഭവപ്പെടുന്നത്? ജനത്തിരക്ക് എങ്ങനെ? SKN വലിയ ജനത്തിരക്കിന് നടുവിലാണ് നമ്മളിപ്പോൾ ആലുവ മണപ്പുറത്തുള്ളത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാം, ഒരു വൈകുന്നേരത്തോട് ആലുവ മണപ്പുറത്തേക്ക് പ്രമാണിച്ച് ആലുവ മണപ്പുറത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. വലിയ ജനത്തിരക്കാണ് ഇപ്പോൾ ആലുവ മണപ്പുറത്ത് അനുഭവപ്പെടുന്നത്. ആയിരക്കണക്കിന് ആളുകൾ അവിടെ എത്തിക്കഴിഞ്ഞു. ഇന്ന് കൊച്ചി മെട്രോ പ്രത്യേക ട്രെയിൻ ഓടിക്കുന്നുണ്ട്. ഇന്നു മുതൽ നാളെ രാവിലെ വരെ പ്രത്യേക സർവീസ് ഉണ്ടാകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ആലുവയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ഗ്രീൻ പ്രോട്ടോകോൾ അനുസരിച്ചുള്ള ശിവരാത്രി ആഘോഷങ്ങൾ തന്നെയായിരിക്കും ആലുവയിൽ നടക്കുക. ശ്യാംകുമാർ വീണ്ടും ചേരുന്നു. പറയൂ ശ്യാംകുമാർ. SKN വലിയ ഭക്തജനത്തിരക്കാണ് ആലുവ ശിവക്ഷേത്രത്തിലേക്ക്, ആലുവ മണപ്പുറത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു വശത്തുകൂടി ആളുകൾ ഇങ്ങനെ മണപ്പുറത്തേക്ക് എത്തുമ്പോൾ, മറുവശത്ത് ആലുവയിൽ നേരത്തെ എത്തിയ ആളുകളൊക്കെ ക്ഷേത്ര മണപ്പുറത്ത് ബലിതർപ്പണത്തിന് മുന്നോടിയായി അവരുടെ ഇരിപ്പിടങ്ങൾ ഉൾപ്പെടെ നേരത്തെ പിടിച്ച് ഇരിക്കുന്നതിന് വേണ്ടിയൊക്കെ പോവുകയാണ്. ലക്ഷക്കണക്കിന് ആളുകളാണ് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇടതടവില്ലാതെ ആളുകൾ എത്തുന്നു. വലിയ ക്രമീകരണങ്ങൾ, നേരത്തെ SKN പറഞ്ഞ പോലെ തന്നെ ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടുള്ള ഒരു ശിവരാത്രി കൂടിയാണ് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ ക്രമീകരണങ്ങൾ KSRTCയുടെ ഭാഗത്തുനിന്നും റെയിൽവേയുടെയും മെട്രോയുടെയും ഒക്കെ ഭാഗത്തുനിന്ന് ഒരുക്കിയിരിക്കുന്നു. 1500-ലധികം പോലീസുകാരാണ് ഇവിടെ എത്തുന്ന തീർത്ഥാടകരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി ഇന്ന് ജോലി ചെയ്യുന്നത്. ഏതായാലും ആളുകളൊക്കെ എത്തിയിരിക്കുന്ന ഇന്ന് അർദ്ധരാത്രിയോട് കൂടി ആരംഭിക്കുന്ന ബലിതർപ്പണ ചടങ്ങുകൾക്കാണ്. അത് നാളെ പുലർച്ചെ വരെ തുടരും. ഇന്ന് രാത്രി 12 മണിക്ക് ക്ഷേത്രത്തിലുള്ള വിളക്ക് തെളിയിക്കുന്നതോട് കൂടിയിട്ട് ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിക്കും. അതിനുവേണ്ടി പ്രത്യേകം കൗണ്ടറുകൾ ഉൾപ്പെടെ ദേവസ്വം ബോർഡ് ക്രമീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും പെരിയാറിന്റെ തീരത്ത് എല്ലാ വർഷവും നടക്കുന്ന ആളുകൾ, കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളമുള്ള പ്രദേശങ്ങളിൽ നിന്ന ആളുകൾ ബലിതർപ്പണത്തിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. ഏതായാലും വലിയ തിരക്ക് ആലുവ മണപ്പുറത്തേക്ക് ആളുകൾ എത്തുന്നു. മഹാശിവരാത്രി ദിവസം ക്ഷേത്ര ദർശനത്തിനും ബലിതർപ്പണ ചടങ്ങിനും, പിതൃക്കൾക്കുള്ള ബലിയർപ്പണ ചടങ്ങിനും ഒക്കെയായിട്ട് എത്തുകയാണ്. ഏതായാലും കുംഭമാസത്തിലെ ആ ശിവരാത്രി നാളിലേക്ക് ആലുവ മണപ്പുറത്ത് എല്ലാ വർഷവും ഉള്ള പോലെ തന്നെ വലിയ ജനത്തിരക്ക്, ആളുകൾ ഒഴുകിയെത്തുകയാണ്. വിദേശങ്ങളിൽ നിന്ന് പോലും ആളുകൾ ഈ ആലുവയുടെ ചരിത്രപ്രസിദ്ധമായ ശിവരാത്രി ആഘോഷങ്ങളെക്കുറിച്ച് കേട്ടറിഞ്ഞ ആളുകളൊക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തീർത്ഥാടകർ ആലുവയിൽ എത്തുന്നു. SKN ഇന്ന് രാത്രി മുതൽ പിതൃതർപ്പണത്തിനുള്ള അവസരങ്ങളും ഇവിടെ ഉണ്ടാകും. അതിനുള്ള നടപടികളും ക്രമീകരണങ്ങളും ഒക്കെ പൂർത്തിയാക്കി ആലുവയും പെരിയാറും ഒക്കെ ഒരുങ്ങിക്കഴിഞ്ഞു. അതിനുവേണ്ടിയിട്ടുള്ള തീർത്ഥാടകരാണ് ഇങ്ങനെ ഈ ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്ന SKN. ആലുവ മണപ്പുറത്ത് നിന്നും ശ്യാംകുമാർ സംസാരിക്കുകയായിരുന്നു. അവിടെ ശിവരാത്രി ആഘോഷത്തിലേക്ക് ആളുകൾ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ശ്യാംകുമാർ റിപ്പോർട്ട് ചെയ്യുന്നത്.